സർവമായ എന്ന സിനിമയിലെ ക്യൂട്ട് ഡെലൂലു നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്താണ് ഈ ഡെലൂലു? നോർമലി ജെൻസികൾ ഡെലൂഷൻ എന്ന വാക്കിനു വേണ്ടി പകരമായി ഉപയോഗിക്കുന്നൊരു വേർഡാണ് ഡെലൂലു എന്ന് പറയുന്നത്. അപ്പോൾ ആ സിനിമയിൽ തന്നെ അവർ മായ എന്ന വാക്കിന് പകരമായിട്ടാണ് ഡെലൂലു എന്ന വാക്ക് പറയുന്നത്. യഥാർത്ഥത്തിൽ ഡെലൂലിൻ്റെ യഥാർത്ഥ മലയാള അർത്ഥം മായയാണോ? അങ്ങനെയാണെങ്കിൽ എല്യൂഷൻ എന്താണ്? ഹലൂസിനേഷൻ എന്താണ്? അപ്പോൾ ഇതെല്ലാം മായയാണെന്ന് തോന്നുന്നല്ലേ? അപ്പോൾ എന്താണ് ഇത് മൂന്നും തമ്മിലുള്ള ഒരു ബേസിക് ഡിഫറൻസ് എന്താണ്? ഹലൂസിനേഷൻ, ഇല്യൂഷൻ ആൻഡ് ഡെലൂഷൻ. അപ്പോൾ ഫസ്റ്റ് എന്ന് വെച്ചാൽ ഇല്യൂഷൻ. ഇല്യൂഷനും ഹലൂസിനേഷനും തമ്മിലുള്ള ഡിഫറൻസ് വളരെ ചെറിയൊരു ഡിഫറൻസ് ആണ്. അതായത് നമ്മളിപ്പോൾ ഒരാൾ നടന്നു പോകുന്നു. അപ്പോൾ നടന്നു പോകുമ്പോൾ അയാൾ റോഡിൽ ഒരു വടി കിടക്കുന്നു. അപ്പോൾ വടിയെ കാണുമ്പോൾ അയാൾക്കൊരു പാമ്പായിട്ട് തോന്നുന്നു എന്നുണ്ടെങ്കിൽ അത് ഒരു ഇല്യൂഷനാണ്. ഒരാൾ നടന്നു പോകുന്നു, അയാൾ ഒന്നും കാണുന്നില്ല, അത് അവിടെ ഒരു വടി കിടപ്പില്ല, എന്നാൽ പോലും അയാൾ അവിടെ ഒരു പാമ്പിനെ കാണുകയാണെങ്കിൽ അതൊരു ഹലൂസിനേഷനാണ്. അതാണ് ഇത് തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് എന്ന് പറയുന്നത്. അതായത് ഒരു എക്സ്റ്റേണൽ സ്റ്റിമുലൈ ഉണ്ടായിട്ടാണ് അവർക്ക് ഒരു ആൾട്ടർനേറ്റീവായിട്ട് തോന്നുന്നത് എന്നുണ്ടെങ്കിൽ അത് ഇല്യൂഷനും, ഒരു സ്റ്റിമുലൈയും ഇല്ലാതെയാണ് പുതുതായിട്ടൊരു വിഷ്വലാണ് പുള്ളിക്കാരൻ കാണുന്നത് എന്നുണ്ടെങ്കിൽ അതൊരു ഹലൂസിനേഷനുമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ ഡെലൂഷൻ എന്ന് പറയുന്നത്? എന്താണ് ഈ ഡെലൂലു? അപ്പോൾ ഡെലൂലു എന്ന് പറയുന്നത് ഒരു ഫോൾസ് ബിലീഫ് മാത്രമാണ്. അതായത് ഒരു മിഥ്യാധാരണയാണ്. എന്ന് വെച്ചാൽ സ്റ്റിമുലൈ ഉണ്ടാവുകയോ ഉണ്ടാവാതിരിക്കുകയോ ചെയ്യട്ടെ, എന്നാൽ പോലും അതുണ്ടാകുന്ന ഒരാൾക്ക് ഒരു തെറ്റായ ഒരു ധാരണ ഉണ്ടാകുന്നു. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരാൾക്കിപ്പോൾ തന്നെ ആരെയോ അപായപ്പെടുത്താൻ തന്നെ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ താനാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്നൊരാൾക്ക് തോന്നുന്നു. അതൊക്കെയാണ് നമ്മൾ ഡെലൂഷനായിട്ട് പറയുന്നത്. അപ്പോൾ ആദ്യത്തേത് ഇപ്പോൾ ഒരാൾ എന്നെ കൊല്ലാൻ ശ്രമിക്കാൻ നമ്മൾ തന്നെ ഡെലൂഷൻ ഓഫ് പെർസിക്യൂഷൻ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരാൾക്ക് തോന്നുകയാണ് ഞാനാണ് ഇന്ത്യൻ പ്രസിഡന്റ്, അല്ലെങ്കിൽ ഞാനാണ് അമേരിക്കൻ പ്രസിഡന്റ്, എന്നെ ദൈവം അയച്ചതാണ്, ഞാൻ ദൈവത്തിൻ്റെ മെസ്സഞ്ചർ ആണെന്നൊക്കെ തോന്നുകയാണെങ്കിൽ നമ്മളതിനെ ഡെലൂഷൻ ഓഫ് ഗ്രാൻഡിയർ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇല്യൂഷൻ, ഹലൂസിനേഷൻ ആൻഡ് ഡെലൂഷൻ ഇത് മൂന്നും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായെന്ന് വിചാരിക്കുന്നു.